തീർച്ചയായിട്ടും ഇതുകൊണ്ട് മുന്നോട്ടൊരു ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എന്താ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് അല്ലെങ്കിൽ അതുണ്ടാവും. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. നമ്മളുടെ സാമ്പത്തികപരമായിട്ടുള്ള നമ്മുടെ ഒരു അറിവിനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചൂഷണം ചെയ്യപ്പെടലിൽ പലപ്പോഴും പലരും വിക്ടിമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിക്ടിമായിട്ടുണ്ട്. മറ്റ് ക്രിപ്റ്റോ പ്രോജക്റ്റുകളുമായിട്ട് നമ്മുടെ പ്രോജക്റ്റിനെ ക്ലബ് ചെയ്യുന്നുണ്ട്. അവരുടെ ടോക്കൺസ് അല്ലെങ്കിൽ ക്രിപ്റ്റോ ഉപയോഗിച്ച് നമ്മുടെ ടോക്കൺസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴും പറഞ്ഞ പോലെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഈ സർക്കുലേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, നമ്മൾ തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോൾ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സർക്കുലേഷൻ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഭാരം ഉണ്ടാകാൻ പോകുന്ന അവർക്ക് തന്നെ. ഞാൻ അന്ന് എടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു ഇതുണ്ടാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നവർ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ക്രിപ്റ്റോയുടെ അനന്തമായ സാധ്യതകൾ വിശ്വസിക്കുന്ന ആളുകളാണോ നിങ്ങൾ? നമുക്കറിയാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അപ്പെക്സ് ടോക്കൺ. ഈ അപ്പെക്സ് ടോക്കണുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ്. ചിലർ ചോദിക്കുന്നു, അപ്പെക്സ് ടോക്കൺ എവിടെ? ഇപ്പോൾ അതുണ്ടോ? ഇപ്പോൾ അതിൽ നിന്ന് വരുമാനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പലരുമുണ്ട്. അതിന് ഒരു മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇന്ന് എനിക്ക് മുമ്പിലിരിക്കുന്നത് അപ്പെക്സ് ടോക്കൻ്റെ CEO അഭിജിത്ത് മാണി സാറാണ്. അദ്ദേഹത്തോട് നമുക്ക് അപ്പെക്സ് ടോക്കൻ്റെ നിലവിലുള്ള അപ്ഡേഷനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. ഹൈ സർ, നമസ്കാരം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചാനൽ വഴി ഒട്ടനവധി വീഡിയോ ചെയ്തതാണ് അപ്പെക്സ് ടോക്കണുമായി ബന്ധപ്പെട്ട്. സാർ അടക്കമുള്ള ആളുകൾ വന്ന് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആളുകൾക്ക് അറിയേണ്ടത് അപ്പെക്സ് ടോക്കൻ്റെ പ്രസന്റ് സ്റ്റാറ്റസ്, അതൊക്കെ ഒന്ന് പറയാമോ? അപ്പെക്സ് ടോക്കണിൻ്റെ പ്രസന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ ഇതുവരെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ ചിലർക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാവാം എന്താണെന്നുള്ള. ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പെക്സിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷൻ എന്താണ് എന്ന് എന്നാൽ കഴിയാവുന്ന വിധം ഞാൻ പ്രസന്റ് ചെയ്യുക എല്ലാവർക്കും. അത് തന്നെയാണ് ആളുകൾക്ക് വേണ്ടത്. കാരണം എന്താണ് അപ്പെക്സ് ടോക്കണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ എന്താണ്, അപ്പെക്സ് ടോക്കണെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? അപ്പെക്സ് ടോക്കണെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ല എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വെയിറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അപ്പെക്സിനെ കുറിച്ച് ഞാൻ കാണുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കാണുന്ന ഒരു വിഷൻ ഉണ്ട്. ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു വെബ്3 പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടോക്കണോമിക്സ് പ്രകാരം ഇതൊരു ജനറൽ പബ്ലിക്കിലേക്ക് നമ്മുടെ ടോക്കൺ മൊത്തം സപ്ലൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 30 ബില്യണോളം വരുന്നതാണ് നിലവിലുള്ള BP നെറ്റ്വർക്കിലുള്ള നമ്മുടെ ടോക്കൺ. അപ്പോൾ ഈ ടോക്കണെ നമ്മളുടെ ടോക്കണോമിക്സ് പ്രകാരം ഒരു ജനറൽ പബ്ലിക്കിലേക്ക് എത്തണം, അത് ഒരു ഔട്ടർ വേൾഡിലേക്ക് എത്തണം. അപ്പോൾ ഈ എല്ലാവരിലേക്ക് എത്തിക്കഴിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, കാരണം ഇതിനൊരു വാല്യൂ വേണം. ഈ വാല്യൂവിന് നമ്മൾ ഓൾറെഡി ടയർ 2 റേഞ്ചുകളിലുള്ള ബിറ്റ്മാർട്ട്, അതുപോലെ തന്നെ XT.com, എൽ ബാങ്ക് പോലത്തെ എക്സ്ചേഞ്ചുകളിൽ, ടയർ 3 എക്സ്ചേഞ്ചുകൾ വേറെ 1-2 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ടയർ 2 ലെവലുള്ള എക്സ്ചേഞ്ചുകളിലെല്ലാം നമ്മുടെ ഓൾറെഡി അപ്പെക്സ് ടോക്കൺ ലിസ്റ്റ് ചെയ്തതാണ്. അതിനകത്ത് ലൈവ് ട്രേഡ് നടക്കുന്നുണ്ട്. കറൻ്റ്ലി എല്ലാവർക്കും ചെക്ക് ചെയ്താൽ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യമില്ല, ക്രിപ്റ്റോയായിട്ട് പരിചയമുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ ഈ ടോക്കണെ അല്ലെങ്കിൽ നമ്മുടെ ഈ ടോക്കണിലെ മാക്സിമം നമ്മുടെ പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ടോക്കണോമിക്സ് പ്രകാരം ജനറൽ പബ്ലിക്കിലേക്ക് എത്തേണ്ട ഒരു സർക്കുലേഷനും ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ഒരു ഇതോ അല്ലെങ്കിൽ സർക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും നിലവിൽ ഒന്നും എവിടെയും എത്തിയിട്ടില്ല. വളരെ കുറച്ച് പാർട്ട് അല്ലെങ്കിൽ കുറച്ചിത് മാത്രമാണ് എല്ലാവരിലേക്കും പല ഭാഗങ്ങളിലായിട്ട് എത്തിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ ടോക്കണോമിക്സ് പ്രകാരം നമുക്ക് ഇത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ 2 രീതികളിലാണ് അഫിലിയേറ്റ് അല്ലെങ്കിൽ സ്റ്റേക്കിംഗ് പ്രോഗ്രാമിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ. അതൊന്ന് സെൻട്രലൈസ്ഡ് ആണ്, മറ്റൊന്ന് ഡീസെൻട്രലൈസ്ഡ് ആണ്. ഈ ഡീസെൻട്രലൈസ്ഡ് വഴി പാറ്റേൺ ത്രൂ ഓൾറെഡി ട്രസ്റ്റ് വാലറ്റിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നവരുണ്ട്. അത് ത്രൂ കൃത്യമായ രീതിയിലുള്ള റിവാർഡ്സ്. ഈ
റിവാർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് ഇത്രമില്ല. അത് തന്നെയാണ് സെൻട്രലൈസിൽ മറ്റൊരു രീതിയിൽ. സെൻട്രലൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ടീം ബിൽഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഒരുപക്ഷെ നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്താനും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളതും അത് തന്നെയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ടോക്കണിൻ്റെ ഉള്ളിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മൾ തന്നെ ഒരു സെൽഫ് സസ്റ്റൈനിങ് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇത്രയും വലിയ അല്ലെങ്കിൽ ഈ ടോക്കൺസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന് നമുക്കുള്ളിൽ തന്നെ നമ്മൾ ആ ഹോൾഡ് ചെയ്യുന്ന സമയത്തുള്ളിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് യൂട്ടിലിറ്റി പ്രോജക്റ്റുകൾ കൊണ്ടുവരണം. ഇത് നമ്മൾ ടോക്കൺ യൂസ് ചെയ്യപ്പെടാവുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ എല്ലാം കൊണ്ടുവരണം. അങ്ങനെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വളരെ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റേതായ ഒരു സമയം വേണം. അങ്ങനെ നമുക്കൊരു ഓൾ ഓഫ് എ സഡൻ കൊണ്ടുപോയി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. അതിനതിൻ്റെതായ 1, 2, 3 പ്രൊസീജിയറുകളുണ്ട്. ലീഗൽ സജഷൻസ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ട ചില ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി 1 by 1 ആയിട്ട് പല കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇത് ത്രൂ പറയാം. അപ്പോൾ ഈ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിലവിൽ ഇനീഷ്യലി വന്നിരിക്കുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതിന് അവർക്ക് തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനുള്ള നമ്മുടെ ആ എക്കോസിസ്റ്റത്തിലാണ് ഈ പറയുന്ന എല്ലാ ഇതും വർക്കൗട്ട് ചെയ്തു പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും റിബോർട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ ഈ സെൽഫായിട്ട് തന്നെ നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഓൾറെഡി ക്ലിയർ ആക്കി കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം ഇനി ആ കമ്മ്യൂണിറ്റീനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാന്നുള്ള ഇപ്പോൾ ഓൾറെഡി ടെലിഗ്രാം ത്രൂ തന്നെ പല രാജ്യങ്ങളിലും, ഉദാഹരണത്തിന് റഷ്യ, അതുപോലെ തന്നെ UAE, എത്യോപ്യ, സിംബാബ്വെ, ഇപ്പോൾ ഇത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെയും നമ്മൾ ടോക്കണിൻ്റെ ഒരു സർക്കുലേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഓൾറെഡി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും എല്ലാ രീതികളിലും BSC സ്കാനിലടക്കം ഉണ്ടാവുന്ന അല്ലെങ്കിൽ കാണാവുന്ന രീതിയിലുള്ള സർക്കുലേഷൻസ് ഒക്കെ തന്നെയാണ് ഉള്ളത്. പുതിയ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നമ്മുടെ ഇതിലേക്ക് വരും. ടോക്കണിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ആൾക്കാരിലേക്ക് നമ്മുടെ പബ്ലിക്കിലേക്ക് കൂടുതൽ എത്തിക്കാൻ അതിൻ്റെതായ രീതിയിലുള്ള ഒരു റേറ്റിംഗ് അല്ലെങ്കിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള റേറ്റിംഗ് ഇപ്പോൾ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും കാലക്രമേണ ഓരോ യൂട്ടിലിറ്റി പ്രോജക്റ്റുകൾ തീർച്ചയായിട്ടും കൂടിയുമ്പോഴാണ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സും അപ്പെക്സ് ടോക്കണിൻ്റെ സിസ്റ്റം എന്ന ആ എക്കോസിസ്റ്റവും നിലനിന്ന് പോകുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ കൂടുന്നത് എങ്ങനെയാണ് നമ്മുടെ എല്ലാ സർക്കുലേഷനും കൂടി വരുമ്പോൾ, അതുപോലെ തന്നെ യൂട്ടിലിറ്റി പ്രോജക്റ്റുകൾ കയറുന്നതനുസരിച്ച് ഇപ്പോൾ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഇനീഷ്യലായിട്ട് പറഞ്ഞിരുന്ന 3 യൂട്ടിലിറ്റി പ്രോജക്റ്റുകളുണ്ട്. അതിലൊന്ന് ഏകദേശം എന്നേക്കാണ് പ്ലാൻ ചെയ്യുന്നത്? മോസ്റ്റ് പ്രോബബ്ലി ഒരു വീക്ക് കൊണ്ട് തന്നെ, അതായത് ഇന്ന് ഞാൻ പറയുന്ന ഈ സമയം തൊട്ടുള്ള ഒരു 1 വീക്ക്, അതായത് ഈ മെയ് മന്തിനുള്ളിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 3 യൂട്ടിലിറ്റി പ്രോജക്റ്റുകൾ തന്നെയും വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യം വരാൻ പോകുന്ന യൂട്ടിലിറ്റി പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ബെറ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും നമ്മളുമായിട്ട് ക്ലബ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈക്ക് ഒരു ടീം, ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഡിസ്ക്ലോസ് ഇപ്പോൾ ചെയ്യുന്നില്ല. അതിൻ്റെ കൺഫർമേഷൻ സ്റ്റേജുകളിലെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ അതൊരു ലൈക്ക് ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറയുന്നത് ഒരു ഗാഡ്ജറ്റ് ആണ്, ഒരു റിംഗ്, ഹെൽത്ത് റിലേറ്റഡ് ഗാഡ്ജറ്റുകൾ. ആ ഗാഡ്ജറ്റ് ഉപയോഗിച്ച് അത് മറ്റൊരു ക്രിപ്റ്റോ പ്രോജക്റ്റ് ആണ്. അപ്പോൾ മറ്റ് ക്രിപ്റ്റോ പ്രോജക്റ്റുകളുമായിട്ട് നമ്മുടെ പ്രോജക്റ്റിനെ ക്ലബ് ചെയ്യുന്നുണ്ട്. അവരുടെ ടോക്കൺസ് അല്ലെങ്കിൽ ക്രിപ്റ്റോ ഉപയോഗിച്ച് നമ്മളെ ടോക്കൺസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പിന്നെ ഹെൽത്ത് റിലേറ്റഡ് NFT പോലെയുള്ള ഒരു സംഭവമാണോ? സംതിങ് ലൈക്ക് ദാറ്റ്. അതായത് നമ്മൾ ആക്ച്വലി ആ പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യപ്പെടുന്ന ടോക്കൺ നമ്മുടെ അപ്പെക്സ് ടോക്കൺ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന പോലെ തന്നെ നമ്മുടെ ലൈവായിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ കൊണ്ടുപോയി സെല്ല് ചെയ്താൽ, ഇന്ന് അപ്പെക്സ് ടോക്കൺ സെല്ല് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഈസിലി USDT ആണെങ്കിൽ USDT അതിനുള്ള എല്ലാ പ്രൊവിഷൻസും ഉണ്ട്. USDT എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ USDT പോലെ തന്നെയുള്ള മറ്റൊരു ടോക്കണാണ് നമ്മുടെ ടോക്കൺ. അതിനൊരു വാല്യൂ ഇന്ന് നിലവിലുണ്ട്, ഇന്നും ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെ അപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റ് യൂട്ടിലിറ്റി പ്രോജക്റ്റുകളിലേക്ക് വരുമ്പോഴേക്കും കൂടുതൽ ബെറ്റർ ആയിട്ട് വരും. ഇനിയും നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി റീചാർജിങ് ഓപ്ഷൻസ്, അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്ഷൻസ്, ഇതൊക്കെയും അപ്പെക്സ് ടോക്കൺ എന്ന ക്രിപ്റ്റോ ടോക്കൺ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം സർവീസുകളൊക്കെയും നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഒരുപാട് യൂട്ടിലിറ്റി പ്രോജക്റ്റുകളിൽ വെറും ഒരു
ഒരു പ്രോജക്റ്റ് 1-2 പ്രോജക്റ്റുകൾ മാത്രമാണ്. ഇതൊക്കെയും നമ്മുടെ സർക്കുലേഷനെ ബിൽഡ് ചെയ്യാൻ ബെറ്റർ ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അത് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിലേക്ക് ഇനിയുള്ള നമ്മുടെ വിഷനുകളെക്കുറിച്ച് കൂടുതൽ അറിയിക്കുക, എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ അഫിലിയേറ്റ് അല്ലെങ്കിൽ ഈ അഫിലിയേറ്റ് പ്രോഗ്രാം വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ വിഷനുണ്ട്. ഒരു നോഡ് ജനറേറ്റ് ചെയ്യുക എന്നൊക്കെ ഞാൻ ഓൾറെഡി പല മീറ്റിങ്ങുകളിലും ഡിസ്കഷൻസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഓരോ ഘട്ടങ്ങളിലും ഓൾ ഓഫ് എ സഡൻ ഞാൻ എല്ലാം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഓരോ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഏതൊക്കെ രീതികളിലാണ് എന്നല്ലേ നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം നമുക്ക് ട്രെയിലറെ ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എൻ്റയർ മൂവി നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ട്രെയിലർ എല്ലാവരും കാണുക, എന്നിട്ട് അതിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു നല്ല ബിരിയാണി കഴിച്ചാൽ ആ ബിരിയാണി നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയും അവിടുത്തെ ഒന്ന് കഴിച്ചു നോക്കും. അപ്പോൾ ആ രീതിയിൽ ഉള്ള എല്ലാ രീതിയിലുള്ള എല്ലാ കൂട്ടും അല്ലെങ്കിൽ എല്ലാ മിക്സ്ചേഴ്സും മസാലാസും എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പോൾ അതിനെ പ്രിപ്പയർ ചെയ്യാനുള്ള നല്ല കുക്കുണ്ട്, നമുക്ക് നല്ല ഷെഫുണ്ട്. അതിൻ്റെ മാർക്കറ്റിംഗ് രീതികൾ പലതാണ്. അപ്പോൾ അത്തരം രീതികളിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ടൈറ്റ്ലി പാക്ഡ് ആണ്. അടുത്ത ഒരു 5 വർഷത്തേക്കുള്ള വിഷൻ ഓൾറെഡി ഞങ്ങളുടെ മുന്നിലുണ്ട്. ആ പ്ലാനിനെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും, പ്രതീക്ഷയിലാണ്. എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഒരു മലയാളിയാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അല്ലെങ്കിൽ എൻ്റെ രാജ്യം, എൻ്റെ നാട്ടിലുള്ളവരൊക്കെ തന്നെ അതിൻ്റെ ഒരു ഭാഗമാകുന്നതിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സാർ മലയാളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല പ്രൊജക്റ്റുകളും മാർക്കറ്റിൽ വരുന്നുണ്ട്. ഈ ഒരു അപെക്സ് ടോക്കൺ എന്ന് പറയുന്ന പ്രൊജക്റ്റ് മാർക്കറ്റിൽ വന്നു, നല്ല രീതിയിലാണ്. പിന്നെ ഇന്നിപ്പോൾ ഇന്ത്യ മാത്രമല്ല മറ്റ് രാജ്യങ്ങളും പോപ്പുലറായി ഈ ഒരു അപെക്സ് ടോക്കൺ വന്നു. അപ്പോൾ ഈ ഒരു മലയാളി എന്നുള്ള നിലയിൽ സാറിന് എന്തെങ്കിലും ചലഞ്ചസ് ഇതുകൊണ്ടുണ്ടായിട്ടുണ്ടോ ഈ സിഒ എന്ന്? തീർച്ചയായിട്ടും മലയാളി എന്നുള്ള നിലയിൽ മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തേക്ക് ഇത്തരം ആശയങ്ങളെ നമ്മൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ മലയാളികൾ ഒരുപാട് വിദ്യാസമ്പന്നരാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളുടെ സാമ്പത്തികപരമായിട്ടുള്ള നമ്മുടെ ഒരു അറിവിനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ചൂഷണം ചെയ്യപ്പെടലിൽ പലപ്പോഴും പലരും വിക്ടിമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിക്ടിമായിട്ടുണ്ട്. ഒരു പക്ഷേ ഒക്കെ അതിൻ്റെ രീതിയിൽ ഒരു ജനറലൈസ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ പൊതുവെ എല്ലാ ഒരു ആശയങ്ങൾക്ക് പോലെ തന്നെ ആയിരിക്കും എന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഒരു ക്രിപ്റ്റോ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു Web3 പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ മറ്റ് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റികളിൽ നമ്മളിത് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യുന്ന രീതികൾ പല രീതിയായിരിക്കും. പക്ഷേ നമ്മുടെ ഇവിടെ ഫീസിബിൾ ആയിട്ടുള്ള പാറ്റേണോ അല്ലെങ്കിൽ രീതി എന്താണോ ആ രീതിയിലേ നമ്മളിവിടെ മാർക്കറ്റ് ചെയ്യുന്നുള്ളൂ. മറ്റ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ മറ്റ് കമ്മ്യൂണിറ്റികളിലോ നമ്മൾ ചെയ്യുമ്പോൾ അത് മലയാളികളിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഞാൻ പറയുന്നത് മൊത്തം ഓൾ ഇന്ത്യ ബേസ്ഡ് ആണെങ്കിൽ പോലും കുറച്ചുകൂടെയും ഒരു ക്രിപ്റ്റോ ആശയം അല്ലെങ്കിൽ Web3 ആശയത്തെ നന്നായിട്ട് ഫോർവേഡായിട്ട് രീതിയിൽ കാണുന്നവരുണ്ട്. ഒരു ബേസിക് രീതിയിൽ കാണുക, പ്രോജക്റ്റിനെ അതിനോട് സമീപിക്കുക, എങ്ങനെയുണ്ടെന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് നല്ല ഭക്ഷണമാണെന്ന് പോയി അത് കഴിച്ചു നോക്കുക, എന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരോട് പറയുക. ആ ഒരു ഇത് കണ്ടാൽ മതി. നാളെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇതൊരു ട്രേഡിംഗ് ആണ്, ഒരു ക്രിപ്റ്റോ ട്രേഡിങ്ങിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാം, പക്ഷേ അതിനിയും കുറയുന്നത് നല്ലതാണ്, കൂടുന്നത് നല്ലതാണ്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് കൂടാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു വെക്കുക അല്ലെങ്കിൽ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം അതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ അതിൻ്റെ സമയങ്ങളിൽ കൃത്യമായ രീതിയിൽ നമ്മുടെ പാറ്റേൺ ഓൾറെഡി അല്ലെങ്കിൽ നമ്മുടെ ഒരു റൂട്ട് മാപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പം അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ചിലപ്പോൾ ഇച്ചിരി സ്ലോ ആവാം. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ സ്ട്രാറ്റജിക്കലി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന പല പ്ലാനുകളും ഒരല്പം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ ഫോർകാസ്റ്റിംഗ് കറക്റ്റ് ആയിക്കോണമെന്നില്ല. പക്ഷെ അത് തിരിച്ച് ബാക്ക് ടു ട്രാക്ക് തന്നെയാണ്. ഒരല്പം മറ്റേ ഈ പറഞ്ഞ പോലെ തന്നെ ട്രാക്ക് ഒന്ന് ഇളകിയാലും തിരിച്ച് ട്രാക്കിലേക്ക് തന്നെ വരും. അതിനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ആശയം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അത് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങോട്ടേക്കും അത് തന്നെ നടക്കും, മുന്നോട്ടും പോകും. അപ്പോൾ ഇത്തരം ചലഞ്ചസ് തീർച്ചയായിട്ടും ഒരു പ്രൊജക്റ്റിനെ അതിൻ്റെതായ മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. ഈ ഡീമെറിറ്റ്സിനെ ഓൾറെഡി നമ്മുടെ മെറിറ്റ്സ് കൊണ്ട് നമ്മൾ ഓവർകം ചെയ്യാന്നുള്ളത്. ആ ഓവർകം ചെയ്ത് കഴിയുമ്പോൾ തന്നെയും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള മാറ്റം ഉണ്ടാവും. അപ്പൊ അതാണല്ലോ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ടൈമാണ്. പിന്നെ അതുപോലെ സാർ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികൾ
ഇപ്പോൾ ഈ ക്രിപ്റ്റോയെ കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് ഇന്നൊരു 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നാളെ അത് ലക്ഷങ്ങളാക്കാം എന്നുള്ളതാണ് ക്രിപ്റ്റോ എന്നുള്ളതാണ് ധരിച്ചിരിക്കുന്നത്. അല്ല അത് വേറെ ഒന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞ വേറൊരു കാര്യം സത്യം, ഇതിനൊരു നമ്മളൊരിക്കലും ഒരു ടൈം ബൗണ്ടർ ആയിട്ട് കൊണ്ട് ഇന്ന ടൈം കൊണ്ട് ഇന്ന ഇത് എന്ന് നമ്മൾ പ്ലാൻ ചെയ്യരുത്. 2009 10,000 ബിറ്റ് കോയിൻ വെച്ച് പിസ മേടിച്ച് അത് ഇന്ന് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും ഊഹിക്കാം. അത് ഹോൾഡ് ചെയ്യുന്ന ആള് അതാണ് നമ്മുടെ സമ്പൂർണ്ണ ലോകത്ത് അറിയപ്പെടുന്ന ഒരു ആദ്യത്തെ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളുടെ പാറ്റേണും അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് പാത്ത് ഇന്ന വഴികളിൽ പോകും, ഇന്ന ദിശയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഫിനാൻസ് പോലത്തെ എക്സ്ചേഞ്ചുകളിലേക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്യണം. ഓൾറെഡി ഇന്ന എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്തു. ഇപ്പൊ ഇത്തരം എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം ഒരു ടാസ്ക് ആണെന്നുള്ളത് ആര് തന്നെയും ഇറങ്ങി അന്വേഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരുപാട് നമ്മൾ മാത്രമല്ല ഈ ലോകത്തെ ആകെയുള്ള Web3 പ്ലാറ്റ്ഫോം, മറ്റുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളൊക്കെ ശ്രമിച്ചിട്ടോ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടുണ്ടെന്നുള്ളത് ഘട്ടം ഘട്ടമായിട്ട് അറിയും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ബിനാൻസ് പോലത്തെ എക്സ്ചേഞ്ചുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന മോട്ടോയിൽ ഒരു മോട്ടോയാണ്. അത് തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ ഒരല്പം സ്ലോ എങ്കിലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അത് സംഭവിക്കാനേ ചെയ്യാം. അത് ഞാൻ ഇപ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതായിരുന്നു, സംഭവിക്കാനേ ചെയ്യും. അതിൻ്റെതായ ഒരു ഇതെല്ലാം ടൈം ബൗണ്ടറാണ്. നമ്മളൊരിക്കലും ഒരു ഇന്ന ടൈമിലേക്ക് എന്നുള്ള രീതിയിൽ കാണുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അതൊരു മനുഷ്യൻ്റെ ബേസിക് ഇൻസ്റ്റിൻ്റ് ആണ്. ഓക്കെ, അതൊരു അല്പം പാനിക്കോ അല്ലെങ്കിൽ ടെൻസ്ഡ് ആയിട്ടുള്ളത് ഒരു ക്രിപ്റ്റോ ട്രേഡിങ്ങിനെ ആ ആശയത്തോടു കൂടി തന്നെ മാത്രം കാണുക. കൂടാൻ കുറയാം, പക്ഷേ അങ്ങനെ തന്നെയല്ലേ എല്ലാവരും ഓരോ പ്രോജക്റ്റുകളിലും വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു സംഭവം കൂടാം കുറയാം, ചെന്ന് അവരുടേതായ രീതിയിലൊന്ന് റിസ്ക് എടുക്കും. എല്ലാത്തിനും അതിൻ്റെതായ ചെറിയ ഒരു പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അറ്റ് ദ എൻഡ് അപ്പം ഇത് എവിടെ എത്തുന്നു എന്ന് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യാം. ഞാൻ എല്ലാവരോടും പറയുന്ന അല്ലെങ്കിൽ എനിക്ക് വെക്കാനുള്ള മുന്നോട്ടുള്ള ആശയങ്ങളും അത് തന്നെയാണ്. സ്റ്റഡി ചെയ്യുക, എന്താണെന്ന് എങ്ങനെയാണ് ഇതിൻ്റെ പോക്കെന്ന് പഠിക്കുക. ഒന്ന് കുറയുമ്പോൾ പേടിക്കാൻ നിൽക്കുന്നവർ സ്വാഭാവികമായിട്ടും ഐ തിങ്ക് രക്ഷപ്പെടും. ഇനി അത് റിസ്ക് ഒന്ന് കുറയുമ്പോഴേക്കും ടെൻസ്ഡ് ആയിട്ട് പാനിക്കാവുന്നവർ ഐ തിങ്ക് ദേ ആർ നോട്ട് ഫിറ്റ് ഇതിനകത്ത് ഇൻവോൾവ് ആവാൻ പറ്റുന്ന ആൾക്കാർ. ശരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഗതി. അതാണ് അതൊരു ഓൾ ഓഫ് എ സഡൻ നമുക്ക് ഒരാൾ അല്ലെങ്കിൽ ഞാനൊരാൾ ഒരു വീഡിയോയിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഞാനൊരു 10 പേരെ കൂട്ടി ഒരു വീഡിയോയിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഞാനൊരു 2 ക്ലാസ്സോ അല്ലെങ്കിൽ ഞാനൊന്നും ഒരുപക്ഷെ എന്നേക്കാളൊക്കെ ഒരുപാട് അറിവുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ വെച്ച് കൃത്യമായ രീതിയിൽ നമ്മൾ ട്രെയിനിങ്ങൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഇനിയും മുന്നോട്ട് ചെയ്യും. അതിൻ്റെ ഒരു സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ടോക്കണോമിക്സ് പ്രകാരം നമ്മുടെ വോളിയം ഇന്നും എവിടെയും പോയിട്ടില്ല. ഒരു വലിയ രീതിയിൽ ഇത് മാർക്കറ്റിലേക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയൊരു ഇൻഫ്ലേഷൻ തന്നെ ഉണ്ടാവും. അപ്പം ആ ഇൻഫ്ലേഷനുകൾ ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അതാണല്ലോ ഒബ്വിയസ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ടോക്കണെ നമ്മളെ സംബന്ധിച്ച് ഈ ടോക്കൺ മാക്സിമം സർക്കുലേറ്റ് ചെയ്യണം, പക്ഷെ അതൊരു ടൈം ബൗണ്ടഡ് ആയിട്ടാണ്. അല്ലാണ്ട് എല്ലായിടത്തേക്കും ഒറ്റയടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് വഴികളുണ്ട്. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടും കാര്യമില്ല. അതിന്റെ വാല്യൂ നമ്മൾ ആണ് ഞങ്ങൾക്കറിയാം ഇതിന്റെ കൃത്യമായ വർത്ത് എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തോട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോഴും പറഞ്ഞ പോലെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഈ സർക്കുലേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോൾ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സർക്കുലേഷൻ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഭാരം ഉണ്ടാകാൻ പോകുന്ന അവർക്ക് തന്നെയായിരിക്കും. അത് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹവും ഇന്റൻഷനും കമ്പനിക്കുണ്ട്, അപെക്സ് ടോക്കണിന്റെ ഈ ടീമിനുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതുണ്ടാകാൻ എല്ലാവർക്കും എൻ്റെ ചുറ്റുമുള്ളവർക്ക് ആദ്യം സാധിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ തന്നെ ആണ്. പിന്നെ മാത്രമല്ല നമ്മുടേതായ രീതിയിലുള്ള ലിമിറ്റേഷൻസ് വെച്ചാണ് നമ്മൾ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ വളരെ സ്ലോ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ത്രൂ മാത്രമായിരുന്നു നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് പേരിലേക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ അപെക്സ് ടോക്കണിനെ കുറിച്ച് ഇങ്ങനെ എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള അഫിലിയേറ്റ് സിസ്റ്റം എങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ മാക്സിമം
പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. എങ്ങനെയാണ് ഒരു Web3 പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ്, അതിന് ഒരുപാട് സഹായിക്കാൻ പറ്റുന്ന ഒരു പ്രൊവൈഡർ ആവാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അങ്ങനെ ആവാൻ എനിക്ക് പറ്റട്ടെ. തീർച്ചയായിട്ടും അത് സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ. അങ്ങനെ തന്നെ ആവട്ടെ. കാരണം നമുക്കറിയാം നമ്മളെല്ലാവരും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊക്കെയും ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് വന്നുകൊണ്ട് നമുക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളും അങ്ങനെ തന്നെയാണ്. അപ്പക്സ് സ്റ്റോക്കിൽ പിന്നെ ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കിയ ആളുകളുണ്ട്. എന്നെ പേഴ്സണലായി വന്ന് കണ്ട് അപ്പക്സ് സ്റ്റോക്കിൽ കൊണ്ട് എനിക്ക് സാമ്പത്തികമായി ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് നല്ല മെസ്സേജുകൾ അങ്ങനെ ഞാനും കേട്ടിട്ടുള്ളതാണ്. എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുകൊണ്ട് രക്ഷപ്പെടണം. തീർച്ചയായിട്ടും ഇതുകൊണ്ട് മുന്നോട്ടൊരു ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് അല്ലെങ്കിൽ അതുണ്ടാവും. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. സർ, അതിനുവേണ്ടി കറക്റ്റായിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ്. അതിനുവേണ്ടി ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? അതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഞാൻ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യം, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും എനിക്ക് പറയാനുള്ളൂ. ഇതൊരു നമ്മൾ ഇന്ന ടൈമിനുള്ളിൽ ഇന്ന റിസൾട്ട് വേണമെന്ന് ഉള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു മോട്ടീവോടുകൂടി ഒരിക്കലും കാണാതിരിക്കുക. ഇതിന്റെ ഭാഗമാകുക, കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക, മാറി നിന്ന് ഒന്ന് സ്റ്റഡി ചെയ്യുക, എന്നിട്ട് നോക്ക്. അപ്പോ കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ കൂടുതൽ എടുക്കുക. അല്ല ടെൻഷനോ പാനിക്കോ ആയിട്ടുള്ളവർ എപ്പോൾ വേണമെങ്കിലും കൊണ്ട് സെല് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം എക്സ്ചേഞ്ചുകൾ ഓൾറെഡി ഉണ്ട്. സെല് ചെയ്യാം. അധികം വൈകാതെ പാർട്ടാവാൻ നോക്കുക. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭാഗമായിട്ട് ലൈക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഓൾറെഡി വരുന്നവർക്ക് അവരെ ഞാൻ നേരത്തെ പറഞ്ഞ ടൈം ബൗണ്ടഡ് ആയിട്ട് മാത്രം തന്നെ കാണാണ്ടിരിക്കുക. ഒരു ഇന്ന ടൈമിനുള്ളിൽ റിസൾട്ട് വേണം എന്നുള്ള രീതിയിൽ കാണാണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇച്ചിരി നമ്മളൊരു എഫേർട്ട് ഇട്ട് ഇതിൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായ തന്നെയും ഒന്ന് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ലാത്ത രീതിയിൽ മാത്രമായിരിക്കണം ഇതിന്റെ ഭാഗമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് ഒരു മുന്നിൽ ഒരു ഭയങ്കര പ്ലാൻ വന്നു എല്ലാ റിസ്ക്കും എടുത്തുകൊണ്ടുപോയി അത് ചെയ്യുന്നത് അബദ്ധമാണ്, വിഡിത്തമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യണം ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല, ആരെയും സജസ്റ്റ് ചെയ്യൂല. കഴിയുന്നതും ഇതൊരു ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഓക്കെ ശരി, എനിക്കതൊന്ന് അപ്പെക്സിന്റെ ഭാഗമായതുകൊണ്ട് എനിക്കിപ്പോൾ അല്ലെങ്കിൽ ഇത്ര ഭാഗം അല്ലെങ്കിൽ ഇത്ര ടോക്കൺ എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം. അല്ലാത്ത പക്ഷം മാറി നിന്ന് സ്റ്റഡി ചെയ്യാം. എന്നിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ 4-5 സെന്റിലേക്കൊക്കെ ആയിരിക്കണം. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറും. ആ മാറുന്ന സാഹചര്യത്തിൽ വന്നിട്ട് ഇതേ നിരാശ അന്നുണ്ടാവുന്ന ഒരു അവസരം ഉണ്ടാവില്ല. ഞാൻ അന്ന് എടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു ഇതുണ്ടാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നവർ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതൊരു ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ഒരു ഞങ്ങളുടേതായ ഒരു സ്ട്രാറ്റജിക്കൽ അനാലിസിസ് ഉണ്ട്. അത് ആ രീതിക്ക് തന്നെ പോകാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വീഡിയോകളിൽ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ ഞാൻ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെയും നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്, പറഞ്ഞ പോലെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ അതിനുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ പിന്നെ കണ്ടുവന്നുകൊണ്ടിരുന്നതായിരിക്കും. ഇനി അങ്ങോട്ടേക്കുള്ള മാറ്റങ്ങൾ എല്ലാവരും പഠിക്കുക, എല്ലാവരും നോക്കുക, ശ്രദ്ധിക്കുക, സ്റ്റഡി ചെയ്യുക. ബാക്കി നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുവാനുള്ളത് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തി അപ്പക്സ് സ്റ്റോക്കിൻ്റെ CEO അഭിജിത്ത് മാണി സാറാണ്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് നമ്മോട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് സാമ്പത്തികമായി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അപ്പക്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോളൂ, അപ്പക്സ് ടോക്കൺ ഹോൾഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. നിങ്ങൾ രക്ഷപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നു. ഇനി നിങ്ങൾ തീരുമാനിക്കുക, അല്ലേ സാർ? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? അല്ല, അങ്ങനെ തന്നെയാണ് അതിൻ്റെ. യെസ്. അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പക്സ് സ്റ്റോക്ക് എന്താണ്, എവിടെ എത്തി, എങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതിനി എല്ലാവരും ഇത് തന്നെ വെയിറ്റ് ചെയ്ത് കാണട്ടെ. യെസ്. അപ്പോൾ എന്തായാലും ഇനിയും അപ്പക്സ് സ്റ്റോക്കിന്റെ ഭാഗമാവാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ അഡ്മിൻസിന്റെ നമ്പറുമുണ്ട്. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എനിവേ സർ, ഒരുപാട് താങ്ക്സ്.